ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ കാലത്ത് ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കും അനുഗ്രഹം പ്രാപിക്കാൻ അത് മുഖാന്തരമായി തീരും എന്നുള്ളതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ. അവിടെ കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് വല വീശിയപ്പോൾ 153 മത്സ്യങ്ങൾ യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് വലയിറക്കിയ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയൊരു അത്ഭുതമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വിഷയം. ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ പല ആത്മീയ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമുക്കിന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം പരിശോധിക്കുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായത് ഈ വിധം ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണിത്. അവിടെ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥാനിയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ 7 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഒരു സമയം. കർത്താവായ യേശുക്രിസ്തു ആദ്യമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 12 ശിഷ്യന്മാരിൽ യൂദാസും തോമാസ് ലീഹായും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരുമിച്ചായിരുന്നു. 2-ാമത് യേശു പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തോമാസ് ലീഹായ്ക്ക് വേണ്ടി മാത്രമായിട്ട് 2-ാമത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും. അവിടെ യൂദാസ് അവിടെ ഇല്ല, ബാക്കി 11 ശിഷ്യന്മാരും അവിടെയുണ്ട്. ഇവിടെ കർത്താവിന് വചനം പറയുന്നു, ശിമോൻ പത്രോസും തോമാസും ഗലീലയിലെ കനായിലെ നഥാനിയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരായ വേറെ 2 പേരും, അങ്ങനെ 7 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഇതാ അടുത്ത വാക്യത്തിൽ കർത്താവിന് വചനം പറയുകയാണ്: ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് ആരാണെന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ശിമോൻ പത്രോസ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ശിമോൻ പത്രോസ്. കയ്യാഫാവിൻ്റെ കന്നാവിൻ്റെ അരമനയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോഴും അവരാരും അറിയാതെ ഈ ശിമോൻ പത്രോസ് യേശുവിൻ്റെ പിന്നാലുണ്ടായിരുന്നു. യേശു പോകുന്നിടത്തെല്ലാം യേശുവിനെ പിൻചെന്നൊരു വ്യക്തിയാണ് ശിമോൻ പത്രോസ്. ഈ ശിമോൻ പത്രോസ് ഇപ്പോൾ പറയുന്നൊരു വാക്ക്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ്. മീൻപിടുത്തക്കാരനായ മുഖ്യമനായ ശിമോൻ പത്രോസിനെ യേശു വിളിച്ചപ്പോൾ അവൻ തൻ്റെ ഉപജീവന മാർഗമായ തൊഴിലായിരുന്ന മീൻപിടുത്തവും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. ഇതാ യേശു വിളിച്ച് വേർതിരിച്ച യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ ഇപ്പോൾ പഴയ പണിയിലേക്ക്, പഴയ ജോലിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വ്യക്തിപരമായി നാം നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 2 പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ഇനി എന്തു ചെയ്യണമെന്ന് അവർക്ക് ഒരു പിടിയുമില്ല. ഇങ്ങനെ നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ ശിമോൻ പത്രോസ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്ത് തൻ്റെ പഴയ ജോലിയിലേക്ക് പ്രവേശിക്കുക. ഒരുപക്ഷെ ദൈവ വിളി സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം യേശു തൊട്ടതിലൂടെ
യേശുവിൻ്റെ സ്പർശനം അനുഭവിച്ച് യേശുവിൻ്റെ വചനം കേട്ട് യേശു നൽകിയ സൗഖ്യവും സന്തോഷവും സമാധാനവും രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് യേശുക്രിസ്തു മുഖാന്തരം ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട, വിളി സ്വീകരിച്ച നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതുപോലെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞുപോയ, അല്ലെങ്കിൽ അതിന് കാരണമായി തീർന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇവിടെ ശിമയോൻ പത്രോസിൻ്റെ ജീവിതം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ പ്രതി സകലതും ഛേദമെന്നെണ്ണി എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പിന്മാറ്റം, പഴയ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് വലിയൊരു ആത്മീയ മർമ്മം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും അവരും പറയുകയാണ്, ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ട് പടകിൽ കയറി. ശിമയോൻ പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ശിഷ്യന്മാരും പത്രോസിൻ്റെ പിന്നാലെ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇവിടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ശിഷ്യന്മാരായ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ഈ ശിഷ്യന്മാർ അവർ പഴയ ജോലിയിലേക്ക് പോവുകയാണ്. ശിമയോൻ പത്രോസ് പഴയ ജോലിയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ശിഷ്യന്മാരും പത്രോസിനെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വിളിച്ചവനായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം പിൻചെല്ലേണ്ടതിന് പകരം, വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി കർത്താവിനെ പിൻചെല്ലേണ്ടതിന് പകരം ഇന്ന് ചില വ്യക്തികളെ അനുഗമിക്കുന്ന ജീവിത രീതി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും ആത്മീയ ജീവിതത്തിലേക്ക് വിളിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ, അത് വൈദികരാകാം, സുവിശേഷകരാകാം, സന്യസ്തരാകാം, ദൈവം ചില വ്യക്തികളിലൂടെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. എന്നാൽ ദൈവം ഉപയോഗിച്ച, നമ്മെ തിരഞ്ഞെടുക്കുവാൻ, വിളിക്കുവാൻ ദൈവം ഉപയോഗിച്ച ചില വ്യക്തികളുടെ പിന്നാലെയാണ് നാമെങ്കിൽ നമുക്കും ഇതുപോലെ തെറ്റുകൾ സംഭവിക്കാം. നേതാവ് എങ്ങോട്ടാണോ ആ വഴിക്കായിരിക്കും അണികളുടെ യാത്ര. ഇവിടെ വിളിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ മറന്ന് ഇവർ പത്രോസിൻ്റെ പിന്നാലെ യാത്രയാകുക. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാറുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. വിളിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ മറന്ന് ചില വ്യക്തികളിൽ ആശ്രയിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മൾ ശരിക്കും നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കേണ്ട വ്യക്തികളാണ്. ഒരിക്കലും നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യരെ അനുഗമിക്കാൻ കാരണമായി തീരും. ദൈവത്തിൻ്റെ സ്ഥാനത്ത്, ദൈവം വിളിച്ച് വേർതിരിച്ചൊരു വ്യക്തി ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി നന്മയാണെങ്കിൽ നന്മ ചെയ്യും, തിന്മയാണെങ്കിൽ തിന്മ ചെയ്യും. അതുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള വലിയ ബോധ്യത്തോടെ യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറാണ്. ഇനി ഇവിടെ മറ്റൊരു ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ശിമയോൻ പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പിന്നാലെ മറ്റുള്ളവർ അനുഗമിച്ചു. അങ്ങനെയാണെങ്കിൽ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി ജീവിതം നയിക്കാതെ നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ തിരിച്ചറിയുക, നമ്മെ കാണുന്ന ചില വ്യക്തികൾ, നമ്മെ അനുകരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒരു കുടുംബത്തിലൊരു പിതാവ് ദൈവ വിളി സ്വീകരിച്ചൊരു വ്യക്തിയാണ്. കുടുംബത്തിന് മാതൃകയായി കുടുംബത്തെ നന്മയിലേക്ക് നയിക്കേണ്ട പിതാവ് തിന്മയിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിലുള്ള മക്കളും ജീവിത പങ്കാളിയും ഈ പിതാവിനെ അനുഗമിക്കേണ്ടതായിട്ട് വരും. ഒരു ദൈവം വിളിച്ച് വേർതിരിച്ച സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മറ്റുള്ളവർക്ക് നന്മ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയുടെ ചില തെറ്റുകൾ കൂടെ പിന്നാലെ വരുന്നവർക്കും തെറ്റ് ചെയ്യാൻ കാരണമായി തീരും. തിരിച്ചറിയണം, നമ്മളെ ശ്രദ്ധിക്കുന്ന ചില വ്യക്തികളുണ്ട്, നമ്മളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം. നാം ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവ
വചനത്തിനനുസരിച്ച് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക എന്നൊരു സ്വരം കേൾക്കും. ഈ ദൈവസ്വരം കേട്ട് ദൈവവചനമനുസരിച്ച് ദൈവത്തെ പിൻചെല്ലേണ്ട വ്യക്തികളാണ്. ഇവിടെ നാം തിരഞ്ഞെടുക്കുന്ന വഴി നമ്മുടെ പിന്നാലെ വരുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഞാൻ യേശു കാണിച്ചു തരുന്ന ദൈവവചനപ്രകാരമുള്ള വഴിയിൽ മാത്രം യാത്ര ചെയ്യണം. ഇവിടെ പത്രോസ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ മറ്റുള്ളവർ കൂടി ആ തീരുമാനത്തെ അനുഗമിക്കാൻ കാരണമായി. ഇവിടെ സംഭവിച്ചെന്താണ്? അവർ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നാൽ വചനം പറയുന്നു ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. എന്തുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നത്? ഇവർക്ക് പരിചയമുള്ള സ്ഥലമാണ്, ഇവർക്ക് പരിചയമുള്ള ജോലിയാണ്. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ കാരണം അവരെ കർത്താവ് വിളിച്ചത് മീൻ പിടിക്കാനല്ല. അവർ മീൻപിടുത്തക്കാരായിരുന്നു, അവർ മുക്കുവന്മാരായിരുന്നു. എന്നാൽ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായൊരു ജീവിതമാണോ നാം നയിക്കുന്നത്? അല്ലെങ്കിൽ ആ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാകുകയില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ, വിശ്വാസ ജീവൻ നയിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തൊട്ടത് മുഖാന്തരമായി, യേശു എനിക്ക് സൗഖ്യം നൽകിയത് മുഖാന്തരമായി, യേശു എനിക്ക് നൽകിയ സന്തോഷവും സമാധാനവും സൗഖ്യവും പാപമോചനവും നിത്യരക്ഷയും എനിക്ക് ദൈവം നൽകിയത് മുഖാന്തരമായി ദൈവവചനമനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവഹിതത്തിനെതിരായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രയത്നിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ കാരണമായി തീരും. ഇവിടെ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, അവർക്കൊന്നും പിടിക്കാൻ സാധിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പിന്മാറ്റത്തിലായിരിക്കുന്ന, യേശുവിൽ നിന്ന് അകന്ന് പഴയ ജോലിയിലേക്ക് പോയ ഈ ശിഷ്യന്മാരുടെ മുന്നിൽ യേശു പ്രത്യക്ഷനാകുക. ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. നീ യേശുവിനെ ഉപേക്ഷിച്ചാലും, യേശുവിൻ്റെ വിളിയെ നീ നിരസിച്ചാലും, നീ വീണ്ടും പഴയ പാപത്തിലേക്ക് തിരിഞ്ഞാലും, നിന്നെ സ്നേഹിച്ച് നിന്റെ പിന്നാലെ വരുന്നൊരു കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇവിടെ ഇത്രയെല്ലാം കാര്യം ഇവർ ചെയ്തിട്ടും യേശുവരെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. അവരെ കാത്ത് സംരക്ഷിച്ച് അവരുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. വചനം പറയുകയാണ്, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നാം യേശുവിനെ ഉപേക്ഷിച്ച് പഴയ പാപത്തിലേക്ക്, പഴയ ജോലിയിലേക്ക്, പഴയ ജീവിത രീതിയിലേക്ക് നാം മാറിക്കഴിയുമ്പോൾ, അതായത് പിന്മാറ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനോ ആ യേശുവിൻ്റെ സ്വരം കേട്ട് തിരിച്ചറിയുവാനോ നമുക്ക് സാധിക്കാതെ വരുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. യേശു തൻ്റെ മുന്നിൽ നിന്നിട്ടും അവരറിഞ്ഞില്ല, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. മരണത്തിൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ കർത്താവ് മുന്നിൽ നിന്നിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമ്മെ വീണ്ടെടുത്ത്, നമ്മെ വിളിച്ച് വേർതിരിച്ച്, നമുക്ക് വിശുദ്ധ ജീവൻ നയിക്കുവാൻ, വിശ്വാസ ജീവൻ നയിക്കുവാൻ കൃപയും ശക്തി അഭിഷേകവും നൽകി വിളിച്ച് വേർതിരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നാം പഴയ പാപത്തിലേക്ക്, പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോയ വ്യക്തിയാണോ നാം? പരിശോധിക്കണം. നീ എത്രമാത്രം ദൈവത്തിന് അകന്നു പോയാലും നിന്നെ തേടി നിന്റെ പിന്നാലെ യേശുവുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ലെന്ന് അരുളി ചെയ്തവനായ കർത്താവായ ദൈവം, നീ പാപം ചെയ്യുമ്പോഴും, നീ യേശുവിനെ ഉപേക്ഷിച്ചു പോകുമ്പോഴും, നീ പഴയ ജീവിത രീതിയിലേക്ക്, പഴയ മനുഷ്യനിലേക്ക് നീ തിരിഞ്ഞു പോകുമ്പോഴും നിന്നെ സ്നേഹിച്ച് നിന്റെ പിന്നാലെ നിന്റെ ദൈവമുണ്ട്, നിന്റെ യേശുവുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയണം. ഇവിടെ യേശു അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. യേശുവിനെ കാണുക മാത്രമല്ല, യേശുവിൻ്റെ സ്വരം അവർ കേട്ടു. എന്നിട്ടും അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പലപ്പോഴും പാപത്തിൽ ജീവിക്കുന്ന, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജഡികമായി ജീവിതം നയിക്കുന്ന ചില വ്യക്തികൾക്ക്
ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും നീ ചെയ്യുന്ന പാപമാണ്, തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. നീടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിൽ പോകുക എന്നൊരു സ്വരം നീ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്വരം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഇന്ന് നീ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിന്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടാണ് ജീവിക്കുന്നെങ്കിൽ ഇതാ യേശുവിൻ്റെ സ്വരം നിനക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇവിടെ പിന്മാറ്റത്തിലായ പഴയ പ്രവൃത്തിയിലേക്ക്, പഴയ ജോലിയിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ കണ്ടിട്ടും യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. യേശുവിൻ്റെ സ്വരം കേട്ടിട്ടും അവനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അവൻ്റെ സ്വരം പോലും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. ഇവിടെ കാണാൻ സാധിക്കും, യേശു അവരോട് പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ആണ് ഈ പറയുന്നതെന്നും അവർക്കറിയില്ല. ആരോ പറഞ്ഞു പടകിൻ്റെ വലതുവശത്തേക്ക് വല വീശുക എന്ന് പറഞ്ഞു. എന്തായാലും ഈ വ്യക്തി അവർക്ക് മനസ്സിലായില്ലെങ്കിലും പറഞ്ഞ വാക്കിനെ അവർ അനുസരിച്ചു. ഈ വാക്കിനെ അനുസരിച്ചവർ വലതുവശത്തേക്ക് വല വീശിയപ്പോൾ അവിടെ സംഭവിച്ചത്, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം പെരുത്ത ഒരു മീൻകൂട്ടം. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന അതേ കടലിൽ, അതേ വലയിൽ, അതേ പടകിൽ ഇതാ പെരുത്ത ഒരു മീൻകൂട്ടം, വലിക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം പെരുത്ത ഒരു മീൻകൂട്ടം അവരുടെ വലയിൽ കുടുങ്ങി. ഈ ഒരു അത്ഭുതം, ഈ വലിയൊരു അത്ഭുതം ശിഷ്യന്മാർ കണ്ടപ്പോൾ ഇതാ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറയുകയാണ്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികമായി സ്നേഹിച്ച പ്രിയ ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹ പത്രോസിനോട് പറയുകയാണ്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇതുവരെയും ഈ പത്രോസ് ശ്ലീഹായ്ക്ക് ഇത് യേശുവാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവൻ യേശുവിനെ വിട്ട് അവൻ്റെ ജോലിയിൽ അവൻ മുഴുകി. ദൈവത്തെ മറന്ന്, വിളിച്ച ദൈവത്തെ, തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ, തന്നോട് കൂടെ ഇത്രയും നാളും ജീവിച്ച, ഒരു പായിൽ ഉറങ്ങി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് യാത്ര ചെയ്ത, തൻ്റെ കൂടെ നടന്ന് കൂടെ വസിച്ച കർത്താവിനെ ഉപേക്ഷിച്ച് തൻ്റെ പഴയ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ, പഴയ ജോലി തിരഞ്ഞെടുത്തപ്പോൾ ഇതാ ശിമയോൻ പത്രോസിന് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിനെ വ്യക്തിപരമായി തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ശിമയോൻ പത്രോസിനോട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് കേട്ട ഉടനെ ശിമയോൻ പത്രോസ് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കർത്താവാണ് എന്ന് കേട്ട ഉടനെ, യേശുവാണ് എന്ന് കേട്ട ഉടനെ ശിമയോൻ പത്രോസ് വേഗം കടലിലേക്ക് ചാടുകയാണ്. കാരണം അവൻ നഗ്നനായിരുന്നു. യേശുവിനെ കുറിച്ച് കേട്ടപ്പോഴാണ് അവൻ്റെ നഗ്നത അവന് ബോധം ലഭിച്ചത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ അവർ പാപം ചെയ്ത സമയം ദൈവത്തിൻ്റെ മുന്നിൽ അവർ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവിടെ നഗ്നത അവർക്ക് മനസ്സിലായത്. ഇവിടെ ശിമയോൻ പത്രോസ് യേശു ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ നഗ്നത അവന് മനസ്സിലായി. അതായത് അവന് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിച്ചു. നമ്മൾ തിരിച്ചറിയണം, യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ വ്യക്തിപരമായി അറിയുമ്പോഴാണ് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇവിടെ അതുവരെയും ഈ ശിമയോൻ പത്രോസിൻ്റെ നഗ്നത തനിക്കൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ യേശുവാണെന്ന് കേട്ടപ്പോൾ അവൻ നഗ്നനാകൊണ്ട് അവൻ അങ്കി ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയ്ക്ക് നിന്നു ഏകദേശം 200 മുഴത്തിലധികം ദൂരെ അല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു.
യേശു അവരോട് പറയുകയാണ്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമയോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ഇവിടെ യേശു ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ. നിങ്ങൾ പിടിച്ച എല്ലാ മീനും കൊണ്ടുവരാനല്ല യേശു പറഞ്ഞത്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ. എന്നാൽ ശിമയോൻ പത്രോസ് ചെയ്തത്, താൻ പിടിച്ച സകല മീനുകളും യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഇവനറിയാം, ശിമയോൻ പത്രോസിനറിയാം, ഇത് എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ ഞാൻ നേടിയതല്ല, ഇത് യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ചതുകൊണ്ട്, അവൻ്റെ വാക്കിന് വലയിറക്കിയതുകൊണ്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് ഇതെൻ്റെ ദൈവത്താൽ സാധ്യമായതാണ്. അതുകൊണ്ട് ദൈവം അവകാശമായി നൽകിയ ആ മീനെ യേശുവിന് മുമ്പാകെ അവൻ സമർപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയതല്ലാതെ എന്തുണ്ട്? ഇപ്പോൾ പിടിച്ച വല്ലതും കൊണ്ടുവരാനായിട്ട് യേശു പറയുമ്പോൾ നമുക്കുള്ള സകലവും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെങ്കിൽ ഇതെല്ലാം ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യമുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമുക്ക് ഈ ബോധ്യമില്ലാത്തത് കൊണ്ട് നമുക്കുള്ളതൊന്നും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് മനസ്സില്ല. ഇന്ന് ദൈവം ദാനമായി നൽകിയതല്ല നമുക്ക് എന്തുണ്ട്? എല്ലാം ദാനമായി ലഭിച്ചതായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ അഹങ്കരിക്കുന്നവരാണ് നാമെങ്കിൽ ഇവിടെ ശിമയോൻ പത്രോസിനെ നാം അനുകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തനിക്ക് കിട്ടിയ മുഴുവൻ മത്സ്യവും യേശുവിൻ്റെ മുമ്പാകെ സമർപ്പിക്കുക. കാരണം ഇത് യേശു മുഖാന്തരം ലഭിച്ചതാണ്. ഇതെൻ്റെ ദൈവത്താൽ സാധ്യമായതാണ്. നിന്റെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല നീ നേടിയതെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇന്ന് നീ ആയിരിക്കുന്ന എന്തും നേടിയതെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എൻ്റേതെന്ന് പറയാൻ, എനിക്കെന്ന് പറയാൻ ഒന്നുമില്ല. ദൈവം ദാനമായി നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. ദൈവം എനിക്ക് ദാനമായി, അർഹതയില്ലാതിരിക്കെ ദാനമായി നൽകിയതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകലതും. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ദൈവത്തിനായി സമർപ്പിക്കേണ്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ശിമയോൻ പത്രോസ് തനിക്ക് കിട്ടിയ മുഴുവൻ മത്സ്യവും 153 മത്സ്യവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമയോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമയോനെ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയ ശിഷ്യനായ ശിമയോൻ പത്രോസ് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ ശിമയോൻ പത്രോസ് പറയുകയാണ്, അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ചോദിക്കാൻ കാരണം? യേശുവിനെ വിട്ട് അവൻ ഉപേക്ഷിച്ച വലയും വള്ളത്തെയും അവൻ സ്നേഹിച്ചു. എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ യേശുവിനെ സ്നേഹിച്ചിറങ്ങിത്തിരിച്ച ശിഷ്യൻ യേശുവിനെ ഉപേക്ഷിച്ച്, യേശുവിൻ്റെ സാന്നിധ്യം ഉപേക്ഷിച്ച് വള്ളവും വലയും സ്നേഹിച്ച് വലതിൻ്റെ പിന്നാലെ പോയപ്പോൾ യേശു ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്. നീ ഒരിക്കൽ യേശുവിനെ സ്നേഹിച്ചതാണ്. യേശു നിന്നെ സ്നേഹിച്ചതാണ്. അവൻ നിനക്ക് അറിവ് നൽകി, ബോധ്യം നൽകി, ഉൾക്കാഴ്ച നൽകി. യേശു ആരാണെന്ന് വ്യക്തിപരമായി രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ നിനക്ക് കൃപ നൽകി. അവൻ നിന്നെ തൊട്ട് നിനക്ക് സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും നൽകി. ദൈവത്തിൻ്റെ കൃപയാൽ സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ദൈവം നിനക്ക് അവസരം നൽകി. എല്ലാം ദാനമായി നിനക്ക് ലഭിച്ചു. നീ ഇന്ന് അനുഭവിക്കുന്നെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാം ദാനമായിരിക്കെ ഇതെല്ലാം ദാനമായി നൽകിയ ദൈവത്തെ മറന്ന് ഇന്ന് പഴയ ജീവിത രീതിയെ സ്നേഹിച്ച്, പഴയ പാപത്തെ സ്നേഹിച്ച്, പഴയ ലോകത്തിൻ്റെ മോഹങ്ങളെ സ്നേഹിച്ച്, യേശുവിനെ ഉപേക്ഷിച്ച്
പിന്മാറ്റത്തിൽ ജീവിക്കുന്ന, പഴയ ജീവിത രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുന്ന നിന്നോട് യേശു വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ വചനങ്ങൾക്ക് നമ്മളോട് വ്യക്തിപരമായി ചോദിക്കുകയാണ്, നീ എന്നെ എല്ലാറ്റിനേക്കാളും അധികമായി, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ശിമോൻ പത്രോസിന് 3 പ്രാവശ്യമാണ് യേശു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ 3 പ്രാവശ്യവും അവൻ പറഞ്ഞു, കർത്താവായ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ നിമിഷം നമുക്കും പറയാം, കർത്താവായ യേശുവേ, എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എനിക്ക് നൽകിയ സമ്പത്തിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ, നീ എനിക്ക് നൽകിയ സ്ഥാനമാനങ്ങളെക്കാൾ, നീ എനിക്ക് നൽകിയ ജീവിതത്തെക്കാൾ, നീ എനിക്ക് നൽകിയ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു 153 മത്സ്യം നൽകി എന്നതല്ല ഏറ്റവും വലിയ അത്ഭുതം. അവിടെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാരെ തേടി അവരെ മാറോട് ചേർക്കുന്ന സ്നേഹം നൽകി അവരെ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്കും ആഗ്രഹിക്കാം. കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പഴയ പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ മാറോട് ചേരുവാൻ ഇതാ ദൈവം നമുക്കൊരവസരം കൂടി നൽകി. നമുക്ക് കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സ്നേഹാർദ്രമായ ആ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട്, കർത്താവായ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മാറോട് ചേർന്നുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, പിതാവിന്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ശിമോൻ പത്രോസിനെ പോലെ ഞങ്ങൾ പഴയ ജീവിതത്തിലേക്ക്, പഴയ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പാപത്തിൻ്റെ ആസക്തികളിലേക്ക് വീണു പോയവരാണ്. ഞങ്ങൾ പിന്മാറിപ്പോയതാണ്. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പാപത്തിൽ വീണു പോയിട്ടും, ഞങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമയായിട്ടും, ഞങ്ങൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടും നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പിന്നാലെ വന്ന വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവ്, നിന്റെ ശിഷ്യന്മാരെ നീ സ്നേഹിച്ചവരുടെ പിന്നാലെ നടന്നവരെ വീണ്ടെടുത്തതുപോലെ ഇന്ന് ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വീണ്ടെടുക്കുന്നതിൻ്റെ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാൻ തക്കാണ് ഞങ്ങൾക്ക് ഇന്ന് കൃപ നൽകിയതിനായി നന്ദി പറയുന്നു. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് നിന്നെ സ്നേഹിക്കുവാൻ നീ കൃപ നൽകിയതിനായി നന്ദി പറയുന്നു. ഇന്ന് കേട്ട വചന പ്രകാരം കർത്താവേ, നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ, നിന്നെ കൂടുതൽ അറിഞ്ഞ് അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ കൃപയാൽ, നിന്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ചെയ്ത വലിയ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് അത് അനുഗ്രഹമാക്കി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം മുഖാന്തരമായി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശുദ്ധിമാന്മാരെ ശുദ്ധി ഒന്നുകൾ പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Somebody